ഹായ് ഫ്രണ്ട്സ്, മോംസ് വേൾഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു ജ്യൂസ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ പലതരത്തിലുള്ള ജ്യൂസൊക്കെ നമ്മൾ തയ്യാറാക്കി കുടിക്കാറുണ്ട്. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഇതുപോലെ 2 ഓറഞ്ച്, അല്ലെങ്കിൽ ഇത് മൊസാമ്പി എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അത് 2 ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതാദ്യം നമുക്കിതുപോലെ നാലായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ തോലൊന്നെടുക്കാൻ നല്ല എളുപ്പമായിരിക്കും, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ സ്കിന്നും മാറ്റി, അതുപോലെ തന്നെ സീഡും നമുക്ക് ഇതിൽ നിന്ന് ഒന്ന് മാറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ അടിക്കാനുള്ള ജാറിലേക്ക് ഇത് ഇട്ട് കൊടുക്കുക. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോവല്ലേ. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൂടി തന്നെ സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ പ്രിയപ്പെട്ടവർ മറന്നു പോകരുത്. ആദ്യമായിട്ട് കാണുന്ന എൻ്റെ കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടി നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഇടുന്നതായ എല്ലാ വീഡിയോയുടെ നോട്ടിഫിക്കേഷനും അതാത് സമയം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ എന്നെ സഹായിച്ച എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വലിയ നന്ദി. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ക്യാരറ്റ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തോലെല്ലാം ഒന്ന് കളഞ്ഞതിന് ശേഷം നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അത് ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം. മിക്സിയുടെ ജാറിൽ പെട്ടെന്നൊന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കുക. അത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നാരങ്ങയുടെ നീര്, ഞാനൊരു പകുതി വലിയ നാരങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പകുതി എടുത്തിട്ടുണ്ട്. അതിൻ്റെ നീര് നമുക്കിതിലേക്ക് പിഴിഞ്ഞു കൊടുക്കുക. അപ്പോൾ നല്ലൊരു പുളിപ്പൊക്കെ കിട്ടാനായിട്ടാണ്. പുളിപ്പും മധുരവും എല്ലാം ഉള്ള നല്ല അടിപൊളി ഒരു ജ്യൂസായിട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്തിട്ടുണ്ട്. കുറച്ച് ഐസ് ക്യൂബും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അതിനുശേഷം നമുക്കിത് അരിച്ചോ അരിക്കാതെ അത് അവരവരുടെ ഇഷ്ടത്തിന് ഉപയോഗിക്കാം കേട്ടോ. പക്ഷേ അരിച്ചെടുക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം നല്ലപോലെ അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തൊന്ന് മിക്സാക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് അരിച്ച് വീണ്ടും അതൊന്ന് അടിച്ചിട്ട് ഒന്നുകൂടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഒന്നുകൂടെ അത് നല്ലപോലെ തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഐസ് ക്യൂബ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് നമ്മുടെ ജ്യൂസ് ഒഴിച്ച്, ഇപ്പോൾ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി കിടുക്കാച്ചി ജ്യൂസായിട്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം മറ്റുള്ളവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാണുമ്പോഴാണ് വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാനുള്ള ഒരു താല്പര്യവും ഇഷ്ടമൊക്കെ എനിക്ക് വരുന്നത്. അപ്പോൾ മറന്നു പോവാതെ ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ജ്യൂസ് നമുക്കിവിടെ തയ്യാറാക്കി. അപ്പം മധുരം പഞ്ചസാര വേണ്ടാന്നുള്ളവർ ഒരല്പം തേൻ ചേർത്താൽ മതിയാവും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ.